സോ ഗൈസ്, ഇതൊരു എന്താ പറയാ ഭയങ്കര അത്ര ഇമ്പോർട്ടന്റ് വീഡിയോ ഒന്നും അല്ല. നമ്മളിന്ന് 3 സിനിമകളാണ് രാവിലെ മുതൽ രാത്രി വരെ ആയിട്ട് കണ്ടു തീർത്തത്. 4ാമത്തെ സിനിമ ഒരു കാണാനുള്ള ഒരു ഗ്യാപ്പും കൂടി നമുക്ക് ഉണ്ട്. രാവിലത്തെ പടം ഒരു ഓട്ടപ്പാച്ചിൽ പടമായിരുന്നു സത്യം പറഞ്ഞാൽ അല്ലേ. നമ്മള് ഒരു 9:15 ബസൂക്ക കണ്ടത്. അത് കഴിഞ്ഞ് 1:30 നമ്മൾ മരണമാസ് കാണുന്നു. 6:30 നമ്മൾ ജിംഖാന കാണുന്നു. സ്റ്റിൽ ഞങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ രാത്രിയത്തെ ഷോന് വേണമെങ്കിൽ നമുക്ക് എന്തിനു പോവാം, ഗുഡ് ബാഡ് അഗ്ലിക്ക് പോവാം. നമ്മൾ മറ്റേ ലാസ്റ്റ് പടം കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്താണ് പോകുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഓടിയതെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മളത് കണ്ടില്ല, ബിക്കോസ് തമിഴ് സിനിമയല്ലേ. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. പിന്നെ മലപ്പുറത്ത് ഈ സിനിമ മഞ്ചേരിയിൽ മാത്രമേ ഉള്ളൂ, പെരിന്തൽമണ്ണ ഇല്ല, മലപ്പുറത്തും ഇല്ല. നമ്മൾ ആദ്യ പടം മഞ്ചേരി പോയി കണ്ടു, 2ാം പടം മഞ്ചേരി കണ്ടു, 3ാം പടം പെരിന്തൽമണ്ണ. അങ്ങനെയൊക്കെയാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഇത് ആക്ച്വലി സന്തോഷം പറയാനുള്ള വീഡിയോ കേട്ടോ അത്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഒരു ദിവസം നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. മാരത്തോൺ മൂവി അന്നൊന്നും നമുക്ക് റിവ്യൂ ഇല്ല, അതേപോലത്തെ ഒരു ചാനലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അന്നും മലയാള സിനിമയുടെ നല്ല ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പടം കാണുമ്പോ നമ്മൾ അതൊരു വീഡിയോ ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പണ്ടും ഞങ്ങൾ കാണാറുണ്ട്, ഫ്രണ്ട്സ് തമ്മിൽ ഷെയർ ചെയ്യാറുണ്ട്, തമ്മിൽ വിളിച്ചു പറയാറുണ്ട്. അതിപ്പോ ലാൻഡ് ഫോണുള്ള കാലഘട്ടത്തിലും അങ്ങനെ കേട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് ഹലോക്ക് ഇറങ്ങിയ സമയത്ത് ലാൻഡ് ഫോണിലായിരുന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നത്. അല്ല, നമ്മള് പടം കഴിഞ്ഞ് വരുമ്പോ ബൈക്കിൽ ഇരുന്നിട്ട് ഞങ്ങൾ പണ്ട് ബൈക്കിലായിരുന്നു. ആ സമയത്ത് അപ്പൊ ഞങ്ങള് ബൈക്കിൽ ഡിസ്കസ് ചെയ്യായിരുന്നു പടത്തിന്റെ ആ സാധനം ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പറയായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് പറയുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം മലയാളത്തില് സിനിമകൾ ഇറങ്ങുന്ന സിനിമകൾക്കൊക്കെ അല്ലേ ഒരു നമുക്കൊരു നല്ല ഫീലിംഗ്, ഒരു പറ്റ താഴെ അടിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് എല്ലാവിധ ഫാൻസിനെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ്, സിനിമ ആരാധകരെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ പടങ്ങളും ഉള്ളത്. അതെ, അതിപ്പോൾ രാവിലെ ബസൂക്ക കണ്ട സമയത്തും ആസ് എ മമ്മൂട്ടി ഫാൻ ജിത്തുബായിക്ക് അത് ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ ബസൂക്കയിൽ നമുക്ക് നമ്മളെ ഈ ബസൂക്കിൽ നമുക്ക് സന്തോഷങ്ങളുള്ളതാണ്. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ആ സിനിമയിലുണ്ട്. ആ സിനിമയിൽ കാണാൻ പറ്റി. ഷഹദ് എസ്പെഷ്യലി നമ്മുടെയൊക്കെ പണ്ട് മുതലുള്ള ഫ്രണ്ടാണ്, ക്രിക്കറ്റ് മുതലുള്ള ഫ്രണ്ടാണ്. ഇന്ന് അങ്ങനെ ഒരു ദിവസമല്ല, ഇന്ന് കുറെ പേരെ നമ്മൾ സിനിമയിൽ കണ്ട ഒരു ദിവസമാണ്. ഇപ്പൊ ആറാട്ടണ്ണാണെങ്കിലും അല്ലേ, ആറാട്ടണ്ണൊക്കെ പറഞ്ഞാൽ വലിയ അച്ചീവ്മെന്റ് ആട്ടോ ആ കാര്യം. ഇപ്പൊ ആറാട്ടണ്ണ ഒരുപാട് തമാശയൊക്കെ ആയിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതൊരു വലിയൊരു സിനിമയിൽ കയറാൻ, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം. ഞങ്ങൾ ആറാട്ടണ്ണനെ വിളിച്ചിട്ട് അണ്ണ ഇനി മുതൽ നിങ്ങൾ ആറാട്ടനല്ല മെഗാ അണ്ണനാണ്, മെഗാസ്റ്റാറിന്റെ സിനിമയിൽ അഭിനയിച്ച മെഗാ അണ്ണനാണെന്ന് പറഞ്ഞിട്ട് അണ്ണനാണ് ഞങ്ങൾ സന്തോഷമായിട്ടുണ്ട് അല്ലേ, ഭയങ്കര ഹാപ്പി. നമുക്ക് അറിയുന്നവരും നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ രാവിലത്തെ സിനിമയിൽ നമുക്ക് അങ്ങനെ സന്തോഷം ഷഹദിലൂടെയും നമ്മുടെ ആറാട്ടനിലൂടെയും കിട്ടി. ഷഹദിനും അതുപോലെ മമ്മൂക്കൊക്കെ ഉള്ള ഒരു സീനിൽ തന്നെ കിട്ടി. ഷഹദിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളോളത്തെ എഫേർട്ട് ആട്ടോ. ഷഹദ് അറിയുന്ന ആൾക്കാരല്ല, നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്, എന്നാലും നമ്മൾ പറയാണ്. കാരണം അതൊരു സന്തോഷം നമുക്ക് ഒരുപാട് എഫേർട്ട് ഇട്ട് സിനിമയിൽ കയറാൻ വേണ്ടി നോക്കണം. അങ്ങനെ എറണാകുളം അവിടെ ഇവിടെ ഒക്കെ കറങ്ങി തിരിഞ്ഞു നടക്കുന്ന ആളാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. സിനിമയിലെ പല ചതിക്കുഴിലൂടെ ഒക്കെ പോയിട്ടുണ്ടല്ലോ. അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഹാപ്പി ഹാപ്പിയാണ് നമ്മുടെ നാട്ടുകാരനോട്. നമുക്ക് ഭയങ്കര നമ്മൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അങ്ങനെയാണ്. കമ്മിങ് ടു സെക്കൻഡ് മൂവി, നമുക്ക് സെക്കൻഡ് മൂവി മരണമാസാണെങ്കിലും നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. സെക്കൻഡ് മൂവി നമ്മളെ നാദി വരുന്നത് എല്ലാ കൂടി ഒരു ദിവസം കണ്ടോട്ട് ചിത്ത് ബൈക്കിളി പറയുകയാണ്. അതെ, നമ്മളെ നാദിറ ഭയങ്കര സ്പെഷ്യൽ ആട്ടോ. നാദിറ ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, മരണമാസ സിനിമ ഇറങ്ങുന്നതിന്റെ ഇന്നലെ ഒരു ദിവസം മുമ്പ് ഇന്നലെ ഒരു ചെറിയൊരു കോൺട്രവേഴ്സി എന്ന് ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ രാജ്യത്ത് ഇപ്പോൾ GCCയിൽ 2 സ്ഥലങ്ങളിലായിട്ട് നാദിറുള്ള പോർഷൻസ് ഒന്ന് കട്ട് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. ആ രാജ്യത്തെ നിയമങ്ങളാണ്, അത് നമ്മൾ എന്തായാലും റെസ്പെക്ട് ചെയ്തേ പറ്റും, ആ രാജ്യത്തിൻ്റെ നിയമമാണ്. ബട്ട് നാദിറേനെ സ്ക്രീനിൽ കാണാൻ പറ്റിയത് ഇനി ഒരുപാട് ഞങ്ങൾ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ പറയാറുണ്ട് അല്ലേ, നാദിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. ഒരുപാട് സമയത്ത് ബിഗ് ബോസിനെ താങ്ങി നിർത്തിയിരുന്നു. നാദിറന്റെ കോമഡികൾ കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് കണ്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ നാദിറ ഇന്നൊരു സിനിമയിൽ നല്ലൊരു റോള്, അത്യാവശ്യം എന്താ പറയാ ഇങ്ങനെ സ്ക്രീനിൽ നിൽക്കുന്നുണ്ട്, ഡയലോഗൊക്കെ ഉള്ള റോളാണ് മരണമാസില് നാദിറയ്ക്ക് ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ നാദിറ അത് ചെയ്തിട്ടുണ്ട്. സോ നാദിറനെ കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം അജിൻ കുറെ കാലമായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട്. അജിൻ എല്ലാ ഇന്റർവ്യൂവിലും മിമിക്രി ചെയ്യുന്ന ഒരാളും കൂടിയാണ് അജിൻ. എനിക്ക് ഓർമ്മ ഉണ്ട്, അജിൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് അജിൻ അങ്ങനെ ഒരു കടന്നു ഇല്ല, അജിൻ വരുന്നുള്ളൂ, സൈനയിൽ അന്ന് വരുന്നുള്ളൂ അജിൻ.
അന്ന് നമ്മളെടുത്തിരുന്ന അന്ന് സമയത്തും അജിന് സിനിമേന്റെ കാര്യങ്ങൾ പറയണ്ടായിരുന്നു. അജിനെ കാണാൻ പറ്റി. അതിന് ആദ്യം സ്ക്രീനിൽ കാണിച്ച സമയത്ത് ബാക്കിൽ കുറച്ച് ബ്ലറായിട്ട് പോലെയാണ് കണ്ടപ്പോ ഡയലോഗ് ഇല്ലേ കുറച്ച് കഴിഞ്ഞപ്പോ ഡയലോഗ് വന്നു. അപ്പൊ എല്ലാരും അച്ചീവ്മെന്റ്സ് ആണ് നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ. നമുക്ക് അറിയുന്ന ആളുകള്, നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുക. ശരിക്കും അത് കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. മറ്റേത് നമ്മൾ ഇത്രയും കാലം നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. മാത്രമല്ല നമ്മളെ ഫ്രണ്ട്സിനും ഇതുപോലുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നു. ഇപ്പോഴൊക്കെ ഇങ്ങനെ. അത് മാത്രമല്ല, മലയാള സിനിമയിൽ തന്നെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇന്നൊരു മെഗാസ്റ്റാറിന്റെ സിനിമ ഇറങ്ങിയിട്ടില്ല, മമ്മൂക്കാന്റെ സിനിമ. മമ്മൂക്കാന്റെ ഒപ്പം ഇറങ്ങുന്നത് ആരാ? ബേസിൽ. ഈ 2 സിനിമകളാണ് ഇറങ്ങുന്നത്. സാധാരണ രീതിയിൽ പഴയ നമ്മുടെ ഇൻഡസ്ട്രീന്റെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനെ മമ്മൂട്ടിയുടെ പടങ്ങൾ ബാക്കി പടങ്ങൾ മാറ്റി വെക്കാറ് ചേഞ്ച്. അത് നമുക്ക്, ഞാൻ പറയുന്നത് അവര് വലുത് ഇത് ചെറുത് അതല്ലട്ടോ പറഞ്ഞേ, നമ്മളിൽ വന്ന മാറ്റം, നമുക്ക് വന്ന മാറ്റമാണ്. മലയാളം സിനിമ ആസ്വാദകർക്ക് വന്ന മാറ്റം. അതെ, ക്വാളിറ്റി ഉള്ള സാധനം ആര് ഡെലിവർ ചെയ്താലും. അതെ, പണ്ട് കാലത്ത് ഈ പറഞ്ഞ പോലെ മമ്മൂക്കനെ ലാലേട്ടനും പടമാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിലേ ഉള്ളൂ മറ്റത്. അല്ല, ഇപ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മള് മമ്മൂക്കി ലാലേട്ടൻ ഇറങ്ങിയ ഫസ്റ്റ് നമ്മൾ എവിടെ പോകും, പ്രിഫറൻസ് ഉണ്ട്. അത് നമുക്ക് അവരുള്ള സ്നേഹമാണ്. ഇനിയിപ്പോ എന്താ വെച്ചാൽ ഇപ്പൊ മമ്മൂക്കന്റെ ആണെങ്കിൽ ലാലേട്ടനാണെങ്കിലും പടം കുറച്ച് മോശമാണെങ്കിൽ നമ്മളതിന് മോശമാണെന്ന് പറയുന്നുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. അത് മാത്രല്ല, ഇപ്പൊ എന്താ അറിയോ, സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അതിനൊക്കെ ഒരു ജെന്യുവിൻ ഒപ്പീനിയൻ കിട്ടുന്നുണ്ട്, ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലെ ലാലേട്ടന്റെ സിനിമ ഇറങ്ങുമ്പോൾ ലാലേട്ടൻ മാൻസ് ഒന്നും ബാക്കി സിനിമ കാണുന്നില്ല, കണ്ടിട്ട് ഡിഗ്രേഡ് ചെയ്യുക, ആ പരിപാടി ഒന്നും ഇല്ല. അത്യാവശ്യം ഹെൽത്തി ഫാൻ ഫൈറ്റ്. ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ കാണുന്ന സാധനം എന്ന് പറഞ്ഞാൽ പക്ക PR അടിയാണ്, മനസ്സിലായി? അത് PR ഗെയിംസ് ആണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ പുച്ഛിച്ച് തള്ളാൻ തുടങ്ങി. എനിക്ക് എന്റെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കമന്റിലൊക്കെ വന്നിരുന്ന സാധനമാണ്. അപ്പൊ എനിക്കത് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഒരു മമ്മൂക്ക ഫാനാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരിക്കലും പോലും ലാലേട്ടൻ്റെ സിനിമകൾ മോശമായി കാണണം അല്ലെങ്കിൽ പറയുന്ന ഒരാളെ അല്ല. ലാലേട്ടൻ്റെ സിനിമകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ്, ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. മമ്മൂക്ക ഫാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ ലാലേട്ടൻ്റെ സിനിമകൾ മോശമായി അങ്ങനെ പറയാറില്ല കേട്ടോ. അപ്പൊ ജിത്തുവായിക്ക് ഒരു എക്സ്ട്രാ എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത് ഞാൻ പറയാം. അത് ഫാൻ ബോയ് എന്നുള്ള നിലയ്ക്ക് മമ്മൂക്ക സിനിമ ഇറങ്ങുന്ന സമയത്ത് മമ്മൂക്കാന്റെ സിനിമ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മൂപ്പര് നമ്മളോട് തന്നെ അങ്ങനെ നോക്കും, നമ്മളെ അഭിപ്രായം എന്താ നോക്കും. അതിപ്പോ ഞാൻ പൃഥ്വിരാജിന്റെ ഇറങ്ങിയ സിനിമ ഇങ്ങനെ നോക്കാറുണ്ട്. അത് നമ്മളെ ഫാൻ ബോയ് സാധനങ്ങളാണ്. അതൊക്കെ പടം മോശമാണോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലാലേട്ടന്റെ പോലെ വലിയൊരു മനുഷ്യന്റെ പടം മോശമാക്കി കാണണം ഒരിക്കലും നമ്മളതിനെ പറ്റി ആഗ്രഹിക്കില്ല. ഇപ്പൊ നമ്മൾ തുടരുമൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണ്. എന്താണെങ്കിലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഈ ഒരു മേജർ മാറ്റം ഭയങ്കരമായിട്ട് അല്ലേ, ഭയങ്കര സംഭവമായിട്ടോ. കാരണം ഒരു ദിവസം തന്നെ ഈ ഒരു എന്താ പറയുക ഫെസ്റ്റിവൽ ടൈമിൽ മലയാളം ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് നല്ല നല്ല സിനിമകൾ വരുന്നു. ആ സിനിമകൾക്ക് ആളുകളല്ല, തിയേറ്ററിൽ ഇത്ര ആളടയെന്നൊക്കെ ഞാൻ ആകെ അന്തം വിട്ടു. ഇഷ്ടം പോലെ ആള് കയറില്ല എന്നൊക്കെ പറഞ്ഞു. ആ പരിപാടികളൊക്കെ കഴിഞ്ഞു പോയി എന്നൊക്കെ. തിയേറ്ററിൽ ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പടത്തിന് കയറാൻ ആളുകൾ ഇങ്ങനെ വരും. 3 സിനിമ വന്നിട്ടും ആളുണ്ട് ഇതിനൊക്കെ അല്ലേ. അതെ, കുറെ കാലം മുന്നെയാണ് ഈ ഇന്റർവെല്ലൊക്കെ പുറത്തിറങ്ങുമ്പോൾ തിരക്കും ജഗപോകയൊക്കെ ഉണ്ടാവും. മാത്രല്ല സ്റ്റിൽ ഞാൻ നോക്കുമ്പോ എമ്പുരാൻ ഇപ്പോഴും സ്ട്രോങ് ആണ് റണ്ണിങ്. എമ്പുരാൻ ഇപ്പോഴും ഓടുകയാണ്. അപ്പൊ തിയേറ്ററിൽ ആക്ച്വലി എമ്പുരാനും ബസൂക്കിയും ജിംഖാനിയും മരണമാസം എല്ലാം കൂടി കിടന്ന് കളിക്കുകയാണ് ഇപ്പൊ കൂട്ടത്തില്. ഒരു ഉത്സവത്തിന്റെ ഒരു മേളം പോലെ അല്ലെ, ഒരുപാട് സിനിമകളും തിരക്കുകളും ജഗപോക പരിപാടികളും. നല്ല സന്തോഷം ഉണ്ടോ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, 3 പടവും കണ്ടിട്ട് നമുക്കൊരു നല്ല ഫീൽ. നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരു ദിവസം ഞങ്ങളത് കംപ്ലീറ്റ് പോയി. പക്ഷെ നമുക്കത് പോയതായിട്ട് തോന്നണേ ഇല്ല. കാരണം നമുക്ക് അത്രയും രസമായി പടങ്ങളെല്ലാം കണ്ടു. 3 പടം 3 ജോണർ ഭയങ്കരമായിട്ട് ആ 3 പടം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മളെ അടുത്തുള്ളവർക്കൊക്കെ ഒരു ചാൻസ് സിനിമയിൽ നമുക്ക്. സോ ഈ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ അവരൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ റിവ്യൂലൊന്നും ഇവരെ മെൻഷൻ ചെയ്യാതെ പോയതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളത്. കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ അവരെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ആ സിനിമേന്റെ റിവ്യൂ പറയുമ്പോൾ ആ ഫ്ലോയില്, കാരണം അവരത്ര മാരകമായിട്ട് അതിനകത്ത് ഉണ്ട് എന്നല്ലോ നമ്മൾ പറയുന്നത്. സിനിമ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് മതി, അവർക്ക് ആ പാസിംഗ് സീന് മതി. അപ്പൊ എന്താണെങ്കിലും സന്തോഷം. ഒരുപാട് പേരെ അല്ലെ നമ്മളെ ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ സിനിമയിൽ കാണാൻ പറ്റി. നല്ല നല്ല സിനിമകൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങളുള്ള ഒരു സമയമാണ്. പണ്ടത്തെ പോലെ ഇന്ന ആൾക്കാർക്ക് നല്ല അഭിനയിക്കാൻ അറിയണേയും കഴിവുള്ള ആൾക്കാർക്കൊക്കെ അവസരമുള്ള ഒരു ടൈമാണ്. അപ്പൊ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടട്ടെ, എല്ലാവരും സിനിമകൾ ഇറങ്ങട്ടെ, എല്ലാം സക്സസ് ആവട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ് അല്ലേ, നമ്മളെ സന്തോഷം പങ്കുവയ്ക്കാൻ വന്നതാണ്. ഓക്കെ ബൈ.